മതനേതാക്കളുടെ ഏതെങ്കിലും ഫത്വ കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ കഴിയുന്ന സാഹചര്യം കേരളത്തിലില്ലെന്ന് പി.കെ. ഫിറോസ് പറഞ്ഞു. അത്തരം ആഹ്വാനങ്ങൾക്കെതിരെ പൊതുജനം പകരം വീട്ടും. ഇത്തരത്തിലുള്ള നേതാക്കൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കരുത്ത് തെളിയിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും സംഘടനകൾക്ക്, ഏതെങ്കിലും സമുദായ സംഘടനക്ക് രാഷ്ട്രീയ പാർട്ടികളോട് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ, അവർ മത്സരിക്കട്ടെ, അവർ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യട്ടെ, ജനങ്ങളത് ഉൾക്കൊള്ളും. ജയപരാജയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, സ്വാഭാവികം. പക്ഷേ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനായി നിന്ന് ഫത്വ ഉറപ്പടിച്ചാൽ പൊതുജനം പകരം വിട്ടും. അത് പകരം വിട്ടുന്നുള്ളതിന് തെളിവാണ് മണ്ണാർക്കാട് കണ്ടത്. സംസ്ഥാനത്തുണ്ടായ ഇടതുപക്ഷ തരംഗത്തോടൊപ്പം കോൺഗ്രസ് രംഗത്തെ ചില പ്രശ്നങ്ങളും യു.ഡി.എഫിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നും അതവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് തെറ്റുകൾ പറ്റുന്നുണ്ടെന്ന് അതിന്റെ യുവജന വിഭാഗത്തിന് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. അവർ തെറ്റുകൾ തിരുത്തുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ തെറ്റുകൾ തിരുത്താത്ത ഘട്ടത്തിൽ അഭിപ്രായം പറയേണ്ട ഘട്ടത്തിലൊക്കെ ലീഗ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ്, ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഒരു ഭരണം നയിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും. കെ.എം.സി.സി നേതാക്കളായ പഴയരി കുഞ്ഞു മുഹമ്മദ്, അഹമ്മദ് പാളയാട്, സി.കെ. ഷാക്കിർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.